അമ്മ കളയാനിട്ടിരുന്നത് ഈ ടിന്ന് നമുക്കിന്നൊരു പെൻ ഹോൾഡറാക്കി മാറ്റിയെടുക്കാം. കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു ഐസ്ക്രീം സ്റ്റിക്ക്. എന്നാൽ പിന്നെ ഇന്ന് അത് വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് മുകളിലേക്ക് നിൽക്കാൻ പാകത്തിനാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ നൈഫും കണ്ടിട്ടുണ്ടാവും, അതും പുതിയതാ. അത് വെച്ച് ഞാൻ ഏകദേശം എനിക്ക് വേണ്ട അത്രയും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം സെയിം ലെങ്ത്തിൽ തന്നെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഇല്ലെങ്കിൽ നമുക്ക് ഈവനായിട്ട് ചെയ്യാം. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാം സെയിം ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഞാൻ എന്താ കുറച്ച് ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ആദ്യം തൊട്ട് ഒട്ടിക്കുന്ന വീഡിയോ എടുത്തിരുന്നു, പക്ഷേ ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. ഞാൻ എന്താ ഈ B7000 ഈ പശയിനോട് എനിക്കുള്ളൊരു സ്നേഹം. എനിക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ പശയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് എല്ലാ ക്രാഫ്റ്റിനും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളത് നേരെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് മേക്ക് ഷുവർ നമ്മളത് വെക്കുമ്പം ഒന്നും നീണ്ടൊന്നും നിൽക്കുന്നില്ലല്ലോ. ലൈക്ക് ടേബിളിൽ അത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ലെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി കൊടുക്കണം. അതാണ് ഞാൻ ഓരോന്ന് ഒട്ടിച്ചതിന് ശേഷം ഡെസ്കിൽ വെക്കുന്നത്. കാരണം ഡെസ്കിൽ വെക്കുമ്പോൾ അത് കറക്റ്റ് അലൈൻമെൻറ്റിൽ വന്നിരുന്നോളും. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഞാൻ എടുത്ത അത്ര എനിക്ക് തികയാണ്ട് ഞാൻ വീണ്ടും 2-3 കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ത്രെഡല്ല കയർ വെച്ചിട്ട് ഞാൻ കെട്ടിക്കൊടുത്തത്. അത് കെട്ടിക്കഴിയുമ്പോൾ എനിക്ക് അതിന് തന്നെ ഒരു ഭംഗി തോന്നി. നിങ്ങൾക്ക് ആദ്യം ഞാൻ കെട്ടുന്നത് കണ്ടറിയാം. ഞാനത് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തതാണ്. അതുകൊണ്ട് വലിയ രസത്തിലൊന്നുമല്ല കെട്ടിക്കൊടുത്തത്. പക്ഷെ അതങ്ങനെ ഇരിക്കണ കണ്ട് എനിക്കൊരു രസം തോന്നിയിട്ട് ഞാൻ അതൊന്നും കൂടെ അയച്ചെടുത്ത് ശരിക്കും ഇതുപോലെ വൃത്തിക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പ് ഇല്ലേ, ഗ്രീൻ ടേപ്പ് അവിടെ ഇരിക്കണുണ്ട്. ഞാൻ അതും അതിൻ്റെ താഴെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അതെനിക്ക് ഭയങ്കര രസം തോന്നി. ആ ഗ്രീൻ കളറും ആ ഒരു വുഡിൻ്റെ കളറും നല്ല മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മടി കണ്ടോ, അത് വെറുതെ ആ ഒരു സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്താൽ മതി. എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ആ നൈഫ് വെച്ച് തന്നെ കട്ട് ചെയ്യാൻ നോക്കി, നടന്നില്ല. ആൻഡ് ലാസ്റ്റ് ഞാൻ എൻ്റെ അടുത്തൊരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഔട്ട്പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കളർ പെൻസിൽസൊക്കെ വന്നപ്പോഴും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.